നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെർച്ച് പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം: 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇത്തരമൊരു നയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഇത്തരമൊരു നയം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം തന്നെയാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ജൂൺ 21 ലോക യോഗാ ദിനം. സംഗീത ദിനവും ജൂൺ 21 തന്നെയാണ്, നോക്കി വയ്ക്കുക. ദെൻ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് 2025 നടന്നത്? 113ാമതാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് 2025 നടന്നത്? 113ാമതാണ്. സംഘടനയുടെ ആസ്ഥാനമായ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നത് എവിടെയാണ്? മനേസറിലാണ്, ഹരിയാനയിലാണ് മനേസർ. ദെൻ 2025 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസായി സ്കൈ ട്രാക്സ് തിരഞ്ഞെടുത്തത് ഖത്തർ എയർവേയ്സിനെയാണ്. 9ാം തവണയാണ് ഖത്തർ എയർവേയ്സ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. സിംഗപ്പൂർ എയർലൈൻസാണ് ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ എയർലൈൻസ്. സിംഗപ്പൂർ എയർലൈൻസും ഒന്നാമത്തേത് ഖത്തർ എയർലൈൻസുമാണ്. ദെൻ ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി. ദെൻ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71ാമതാണ്. 2024 63ാം സ്ഥാനത്തായിരുന്നു രാജ്യം. ഇന്ത്യ 63 സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ 71ാം സ്ഥാനത്തേക്കായിട്ടുണ്ട് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പ്രകാരം. ദെൻ അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് സ്വീഡനാണ്. 1ാം സ്ഥാനത്ത്. ദെൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ശ്രീജിത്ത് മൂത്തേടത്താണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ശ്രീജിത്ത് മൂത്തേടത്ത്. കൃതി പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്ക് ശ്രീജിത്ത് മൂത്തേടത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ദെൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ കൃതി, മലയാള കൃതി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതി റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിയാണ്. രചയിതാവ് അഖിൽ പി ധർമ്മജൻ. ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഇക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള നഗരം കോപ്പൻഹേഗനാണ്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ എന്ന നഗരമാണ് ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള നഗരം കോപ്പൻഹേഗൻ. ദെൻ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. ദെൻ ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ കങ്കണ റണൌട്ട്. വിരാജ് എന്ന ആനയാണ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. അപ്പോൾ ചിഹ്നം ഒന്ന് നോക്കി വെച്ചോളാം. വിരാജ് എന്ന ആനയുടെ ചിഹ്നമാണ് ഔദ്യോഗിക ചിഹ്നം. ദെൻ മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസൈക്കിൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസൈക്കിൾ ഹരിതവാഹിനി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ കുറച്ച് ചോദ്യങ്ങളാണെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക, നോട്ടുകൾ തയ്യാറാക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് കറണ്ട് അഫെയർ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം പേപ്പർ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അന്നത്തെ പേപ്പർ നമ്മളൊന്ന് നോക്കി പോവുക എന്നുള്ളതാണ്. അതിലിങ്ങനെ ചോദ്യങ്ങളായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം അതൊന്ന് നോക്കി പോവുക എന്നുള്ളതാണ്. ആഴ്ചയിലോ മാസത്തിലോ ഒന്ന് കറണ്ട് അഫെയർ ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതുകൂടിയാണ് നമുക്ക് കറണ്ട് അഫെയറിൽ ചെയ്യാനുള്ളൂ. 10-20 മാർക്കോളം ഇപ്പോൾ കറണ്ട് അഫെയറിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.